മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. എല്ലാവർക്കും വിനീത നമസ്കാരം. പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ച് നമ്മളെല്ലാവരും ഒത്തുചേർന്ന സുദിനം. ഈ അധ്യയന വർഷം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാൻ പ്രയത്നവും ആശംസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അവരാണ് ആദ്യമായിട്ട് പറഞ്ഞു മാതാപിതൃ ഗുരുദൈവം, കാണപ്പെട്ട ദേവതകൾ നമ്മുടെ അമ്മ അച്ഛൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ 5-6 പേര് ഇവിടെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം കൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാമകൃഷ്ണമഠത്തിലെ സ്ഥലമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഈ സ്ഥാപനം ഇതൊക്കെ പാർപ്പായി. സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ്. നമ്മളിപ്പോൾ പുതിയൊരു പ്രവേശനത്തിൽ കടന്നിരിക്കുകയാണ്. കുട്ടികളെല്ലാം നല്ല ഒരു സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നേരത്തെ എത്തി, 2 ആഴ്ച മുന്നേ മഴക്കാലം എത്തി, എല്ലാവർക്കും അറിയാം. അതിന് മുന്നൊരുക്കും പ്രീ മൺസൂൺ ആക്ടിവിറ്റീസ് വീടുകളിൽ തുടങ്ങണം. പക്ഷെ ഞങ്ങളുടെ സർവേയില് വീടുകൾ തുടങ്ങിയിട്ടില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? നാടൻപാട്ടും പിന്നെ ആരോഗ്യ പരിപാലനവും എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ കുട്ടികൾ വരുമ്പോൾ മഴ പെയ്യണം എന്നാണ് അല്ലേ? അപ്പൊ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഉച്ചമാതാജിക്ക് ഈ മഴയത്ത് ഇവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും എത്തേണ്ട സമയമായപ്പോഴേക്കും മഴയൊക്കെ മാറി ഉച്ചമാതാജിക്ക് ഇവിടെ എത്താൻ പറ്റി. ആദ്യമായിട്ട് കൊച്ചുമാതാജിയോട് തന്നെ വളരെ ബഹുമാന പുരസ്സരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി
പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും